അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലത്തെ ജോലിയും ഉച്ചക്കത്തെ ഫുഡും എല്ലാം വെച്ച് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു. എണ്ണിച്ചപ്പോൾ അതാ 3 മണി കഴിഞ്ഞു. പിന്നെ പതുക്കെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തുവായെന്ന് ചെന്ന് നോക്കിയപ്പോൾ പപ്പടമായിട്ട് ഉണങ്ങി കിടപ്പുണ്ട്. പിള്ളേരൊക്കെ ഇതാ കളിക്കാനൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. പിന്നെ ഞാൻ പതുക്കെ തുണിയൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയി പാല് വെച്ചിട്ടാണ് പോയെന്ന്. അപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത്. നോക്കിയപ്പോൾ ഇതാ ഭാഗ്യത്തിന് തിളച്ചൊന്നുമില്ല, അതേ അവസ്ഥയിൽ കിടപ്പുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാലൊക്കെ നന്നായിട്ട് തിളച്ചു. ഞാൻ പിന്നെ നല്ലൊരു ചായയൊക്കെ ഇട്ടിട്ട് പുറത്ത് പോയി. എന്താണ് അവസ്ഥ എന്നറിയാനെ കൊണ്ട് പുറത്ത് പോയി ഇങ്ങനെ വിശേഷമൊക്കെ അറിഞ്ഞ് നിന്നപ്പോൾ ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ അതാ ഒരുത്തി അവിടെ ഉറക്കം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴത്തേക്ക് പിന്നെ ആശാട്ടി പിന്നെ ഒന്ന് പുറത്ത് പോയി ടെറസിൽ പോവാണ്. അവൾ ഷൂ വെക്കാൻ പോവാണ്. അതിൻ്റെ സ്പീഡാണ് ആ കാണുന്നത്. പിന്നെ ഞങ്ങളപ്പോഴേക്കും പള്ളിയിൽ പോകാനെ കൊണ്ട് റെഡിയായി. ഇന്ന് സൺഡേ അല്ലേ, അപ്പം ഞങ്ങൾ വൈകിട്ടാണ് പള്ളിയിൽ പോകുന്നത്. ഞങ്ങളതുകൊണ്ട് ഇറങ്ങാൻ നിന്നപ്പോൾ അവളും വരാൻ നിൽക്കുന്നു. പക്ഷേ പള്ളിയിൽ പോവായതുകൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അവളെ പിന്നെ നമ്മൾ റൂമിലാക്കിയിട്ട് നമ്മൾ ബൈക്കുമായിട്ട് നമ്മൾ പതുക്കെ പള്ളിയിലോട്ട് പോകുന്നു. നല്ല രസമാട്ടോ. ഇതൊരു പാലമാണ്, വെള്ളമൊന്നുമില്ല. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വെള്ളമൊന്നുമില്ല അവിടെ. നല്ല രസമാണ്. രാത്രിയിലാണ് ഭംഗി ഇതിൻ്റെ കാണാൻ. കാര്യം എന്ന് വെച്ചാൽ 2 സൈഡിൽ നല്ല ലൈറ്റുണ്ട്, പല ലൈറ്റുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പള്ളി എത്തി. ഇതാ ഞങ്ങൾ പള്ളി. ഞങ്ങളെല്ലാം ഞായറാഴ്ച ഈ പള്ളിയിൽ പോകും കേട്ടോ. വൈകിട്ടാണ് പോകുന്നത്. കാര്യം ഇവിടെ തെലുങ്കായതുകൊണ്ട് എനിക്ക് ഭാഷ അറിയത്തില്ല. പിന്നെ നമ്മൾ മസ്റ്റാണ്, ഇപ്പോഴും നമ്മൾ തിരി കത്തിക്കും എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് വന്നിട്ട്. അപ്പം പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ തിരി കത്തിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ തിരി കത്തിക്കാനെ കൊണ്ട് പോയി. പിന്നെ തിരിയൊക്കെ കത്തിച്ച് അവിടെ കുറച്ച് നേരം വീണ്ടും അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ജ്യൂസ് കട. പിന്നെ 2 ജ്യൂസൊക്കെ കുടിച്ചാലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചും. പാലമാണ്, നമ്മൾ വന്ന പാലം തന്നെയാണ്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ നല്ല ഭംഗിയാണ്. സൂര്യൻ അസ്തമിക്കുന്നു. ഇന്ന് നല്ല ചൂടായിരുന്നു. ഇനി നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ആന്ധ്ര നന്നായിട്ട് ചൂടാണ്. അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്ന് കതക് തുറക്കാം, എന്താണോ അവസ്ഥ അറിയത്തില്ല. അപ്പോൾ സൗണ്ടൊക്കെ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അതാണ്ട് കസേരയിൽ കയറിയിരിക്കുന്നു. ഇവക്കൊരു കാര്യമുണ്ട് കേട്ടോ, ഇവക്ക് കസേരയിൽ കയറാനേ അറിയത്തുള്ളൂ. ആരെങ്കിലും ഇറക്കിയാൽ മാത്രമേ അതിനകത്ത് നിന്ന് ഇറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളൂ.